പ്രാർത്ഥനയും കഠിനാധ്വാനവും. ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലെ വിജയത്തിന് കാരണം പ്രാർത്ഥനയും കഠിനമായ അധ്വാനവുമാണെന്ന് നിങ്ങളിൽ ചിലർക്കെങ്കിലും അറിയാമെന്ന് ഞാൻ കരുതുന്നു. പരീക്ഷകൾ നമ്മളിലെ കടുത്തതിനാൽ വീണ്ടും ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന രീതിയിൽ ഞാൻ പറയുന്നു, പരീക്ഷ അടുത്തു എന്ന് കരുതി നാം ഒരിക്കലും പേടിക്കരുത്, വിഭ്രാന്തി കൊള്ളരുത്. മറിച്ച് ശാന്തമായ മനസ്സോടുകൂടി സമാധാനത്തിൽ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഉന്നതമായ വിജയം കൈവരിക്കുവാൻ കഴിയണമെന്ന് നാം ഓരോരുത്തരും ഓർക്കണം. നമുക്ക് വിജയിക്കണമെന്നുണ്ടെങ്കിൽ നാം ആദ്യമായും നമ്മുടെ ജീവിതത്തിൽ നിന്ന് തുടച്ചു മാറ്റേണ്ടത് പേടിയെയാണ്. പേടി ഒരു വ്യക്തിയെയും വിജയിക്കുവാൻ അനുവദിക്കുകയില്ല, ഒരു വ്യക്തിയെ മുന്നേറുവാൻ അനുവദിക്കുകയില്ല. അത് എപ്പോഴും നമ്മെ പിറകിലോട്ട് വലിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് എന്ന് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നാം പേടിയെ ഒഴിവാക്കുന്നുവോ അന്ന് നമുക്ക് ജീവിതത്തിൽ വിജയിക്കുവാൻ കഴിയും, നമുക്ക് മുന്നേറുവാൻ കഴിയും. എന്റെ കുടുംബ സുഹൃത്തായ ഖത്തറിലെ സുബൈർക്ക എപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ട്, ഒറ എറ്റ് ലബോറ. ഇത് ഞാൻ കേൾക്കാനിടയപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി, അത് വളരെ പ്രശസ്തനായ സെയിന്റ് ബെനഡിക്റ്റ് ഓഫ് നേഴ്ഷ്യയുടെ ലാറ്റിനിലെ വളരെ പ്രശസ്തമായ ഒരു വചനമാണ്, ഒറ എറ്റ് ലബോറ എന്ന് വെച്ചാൽ പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക. ഏതൊരു കാര്യം ചെയ്യുന്നതിന് മുൻപ് നാം ആദ്യം പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങണം എന്നതാണ് അതിന്റെ ആശയം. ഒറ ലെഗെ എറ്റ് ലബോറ, പ്രേ, റീഡ്, വർക്ക്. Every good work should begin with a prayer. It is better in a prayer to have heart without words than words without heart. Start by doing what is necessary, then do what is possible. Suddenly you realize you are doing the impossible. Success does not come to you, you have to go to it. നാം ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കണം, there is no substitute for hard work and you have to believe in yourself when no one believes in you. നമ്മുടെ മനസ്സിൽ എപ്പോഴും ഒരു കാര്യം ഉണ്ടായിരിക്കണം, The expert in anything was once a beginner. അനാവശ്യമായ പേടി നമ്മെ ജീവിതത്തിൽ ഒന്നും ചെയ്യുവാൻ അനുവദിക്കുകയില്ല. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. ഈ ഉദാഹരണം ശരിയാണോ എന്ന് നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കൂ. നമ്മുടെ വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാൽ നാം എന്ത് ചെയ്യും? അതിനെ ആദ്യം എടുത്ത് മെക്കാനിക്കിന്റെ അടുത്ത് പോകും. നമുക്കെതിരെ ആരെങ്കിലും കേസ് കൊടുത്താൽ നാം എന്ത് ചെയ്യും? നാം അതിവിദഗ്ധനായ ഒരു വക്കീലിനെ സമീപിക്കും, വക്കീലിന്റെ സഹായം തേടും. പക്ഷേ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു രോഗം വന്നാൽ, പെട്ടെന്ന് എന്തെങ്കിലും ഒരു തലവേദന വന്നാൽ, ഒരു തലചുറ്റൽ വന്നാൽ നാം എന്താണ് ചെയ്യുക എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ആദ്യം നമ്മുടെ കൂട്ടുകാരുടെ ഉപദേശം തേടും, പിന്നെ നമ്മുടെ കുടുംബക്കാരുടെ ഉപദേശം തേടും, പിന്നെ TV-യിൽ പല വീഡിയോകൾ കാണും, ഡോക്ടർമാർ പറയുന്ന പല വീഡിയോകൾ കാണും, പല പ്രോഗ്രാമുകൾ കാണും, പിന്നെ അവസാനം സ്വന്തമായി പ്രിസ്ക്രൈബ് ചെയ്ത മെഡിസിനുകൾ കുടിച്ചു നോക്കും. ഇതെല്ലാം കഴിഞ്ഞിട്ടും ഒരു രക്ഷയുമില്ലെങ്കിൽ മാത്രമേ വിദഗ്ധനായ ഒരു ഡോക്ടറെ നാം കാണുകയുള്ളൂ. ഇവിടെ നമ്മെ ഡോക്ടറെ കാണുവാൻ അനുവദിക്കാത്തത് എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അത് നമ്മുടെ മനസ്സിലെ പേടിയാണ്. ഡോക്ടറെ കണ്ടാൽ വലിയ എന്തോ രോഗമാണ് എന്ന് ഡോക്ടർ പറയും, അത് വലിയ കുഴപ്പമാണ് എന്ന് ഡോക്ടർ പറയും എന്ന പേടിയാണ് നമ്മെ തുടക്കത്തിൽ തന്നെ വിദഗ്ധനായ ഡോക്ടറെ കാണുവാൻ അനുവദിക്കാത്തത്. പക്ഷേ നമ്മൾ അവസാനമെല്ലാം കഴിഞ്ഞ് ഡോക്ടറെ കാണുമ്പോഴേക്കും എല്ലാം കൈവിട്ട് പോയിട്ടുമുണ്ടാകും, ചികിത്സിച്ചാൽ മാറാത്ത ഒരവസ്ഥയിൽ നാം എത്തിയിട്ടുമുണ്ടാകും എന്നുള്ളതാണ് വാസ്തവം. ഒരു ചെറിയ കഥ ഞാൻ പറഞ്ഞു തരാം. പകർച്ചവ്യാധികൾ കീഴടക്കിയ ഒരു ദേശത്തേക്ക് 100 വ്യക്തികളുടെ ജീവൻ എടുക്കുവാൻ വേണ്ടി ദൈവം ഒരു മരണദൂതനെ പറഞ്ഞയച്ചു. പക്ഷേ ആ നാട്ടിൽ 1000 പേർ മരിച്ചു. അപ്പോൾ ദൈവം ആ മരണദൂതനോട് ചോദിച്ചു, ഞാൻ 100 പേരുടെ ജീവൻ എടുക്കുവാനല്ലേ നിന്നെ പറഞ്ഞയച്ചത്, പക്ഷെ അവിടെ 1000 പേർ മരിച്ചല്ലോ. അപ്പോൾ മരണദൂതൻ പറഞ്ഞു, ഞാൻ ശരിക്കും 100 പേരുടെ ജീവൻ മാത്രമേ എടുത്തിട്ടുള്ളൂ, ബാക്കി 900 പേരും മറ്റുള്ളവർ മരിച്ചതറിഞ്ഞ് പേടിച്ചാണ് മരിച്ചത്. ഈ സാഹചര്യത്തിൽ എന്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത് ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റിന്റെ വളരെ പ്രശസ്തമായ ഒരു വാചകമാണ്, The only thing we have to fear is fear itself.